നമസ്കാരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറയൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ കൂട്ടധർണ നടത്തി. മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തപ്പെടുന്ന പ്രതിഷേധ സമരമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ മറയൂർ പോസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. ഈ സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളി വർഗ സുഹൃത്തുക്കളും ജനാധിപത്യ വിശ്വാസികളും അണിനിരന്ന് ഈ സമര പരിപാടി ഒരു വൻ വിജയപ്രദമാക്കണമേ എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമങ്ങളുടെ വികസനവും വീടുകളുടെ പട്ടിണിയാകുന്നതിനായി ഒന്നാം UPA സർക്കാർ നടപ്പിലാക്കിയ കൂട്ടധർണ മറയൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ആൻസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചെന്നും ഇപ്പോൾ പദ്ധതി അട്ടിമറിച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഏത് പാവപ്പെട്ടവന്റെ കയ്യിലും കുറച്ച് പണമുണ്ടെങ്കിൽ അവരുടെ സ്വന്തമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവര് പ്രാപ്തരാണെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹത്വം കൊണ്ടാണ്. ആ പദ്ധതിയാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത്, നരേന്ദ്രമോദി പറയുന്നത്, BJP പറയുന്നത് പദ്ധതിയുടെ പേര് മാറ്റൽ മാത്രമാണുള്ളത്. പക്ഷെ പേര് മാറ്റൽ മാത്രമല്ല, ഇനി പേര് മാറ്റലാണെങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റാൻ നരേന്ദ്രമോദിക്ക് എന്ത് അധികാരമാണുള്ളത്? BJPക്ക് എന്ത് അധികാരമാണുള്ളത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റാൻ നരേന്ദ്രമോദിക്കെന്നല്ല ഒരു ശക്തിക്കും അധികാരമില്ല. അപ്പോൾ അങ്ങനെ പേര് മാറ്റി, അത് മാത്രമല്ല ഈ ഫണ്ട് വിനിയോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പകുതി തുക കണ്ടെത്തണമെന്നാണ് പറയുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനിച്ചതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. காங்கிரஸ் கட்சியுடைய சர்க்கார் கொண்டு வந்த திட்டம் மன்மோகன் சிங்கும் அன்னை சோனியா காந்தி அவர்களும் கிராமப்புறங்களிலே பட்டினி கிடக்கின்ற பாவப்பட்ட மக்களை காப்பாற்ற வேண்டும் என்ற அடிப்படையில் கொண்டு வந்த மகாத்மா காந்தி தேசிய வேலைவாய்ப்பு திட்டத்தை இன்று அட்டுமறிக்கின்ற BJP சர்க்கார், நரேந்திர மோடி அவர்கள், பாரதத்தினுடைய பிரதமராக இருக்கக்கூடிய நரேந்திர மோடி அவர்கள் மகாத்மா காந்தியுடைய பெயரை அந்த திட்டத்திலே இருந்து எடுக்கப்பட்டிருக்கின்றது. இனி வரக்கூடிய காட்சி கொஞ்சம் கொஞ்சமாக வேலை வாய்ப்பை குறைத்து இந்தியாவிலே வேலை செய்யக்கூடிய தொழிலாளிகளை அந்த வேலை திட்டத்தை நிறுத்த வேண்டும் என்ற அடிப்படை நோக்கத்தில் இன்று அவர்கள் பாராளுமன்றத்திலும் டெல்லி மேல்சபையிலும் எல்லாம் தீர்மானம் கொண்டு வந்து இந்தியாவுடைய ஜனாதிபதி உடைய கையெழுத்துமாகி போடப்பட்டிருக்கின்றது. ഗ്രാമങ്ങളുടെ പുരോഗതിക്കും പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുന്നതിനും ആരോരും കൈത്താങ്ങില്ലാത്ത ജനസമൂഹത്തെ താങ്ങി നിർത്തുന്നതിനും ലക്ഷ്യമിട്ട് ഒന്നാം UPA ഗവൺമെൻറ് ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഇത് രാജ്യത്തെ ദുർബല ജനവിഭാഗങ്ങളോടുള്ള കടുത്ത അനീതിയാണെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ INUC മറയൂർ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച അധ്യക്ഷനും ഉദ്ഘാടനം സൂചിപ്പിക്കുകയുണ്ടായി. 2007 അന്ന് അധികാരത്തിലിരുന്ന ഒന്നാം UPA സർക്കാർ ഗ്രാമങ്ങളിലെ പുരോഗതിയും ആ പുരോഗതിയോടൊപ്പം തന്നെ പാവപ്പെട്ട തൊഴിലാളികളുടെ പട്ടിണി മാറ്റുന്നതിനും ആരോരും കൈത്താങ്ങില്ലാത്ത ജനവിഭാഗത്തെ താങ്ങി നിർത്തുന്നതിനുമായി ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യവും ലോകവും ആരാധിക്കുന്ന മഹാത്മാവിന്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ട് ഒരു ആ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഒന്നാം ഘട്ട നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ നടപടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് 125 ദിവസം തൊഴിൽ നൽകും. ആ തൊഴിലിന്റെ പകുതി ദിവസങ്ങളുടെ ശമ്പളം കേന്ദ്ര സർക്കാരും
പകുതി ബാധ്യത സംസ്ഥാനങ്ങളും വഹിക്കണമെന്നാണ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UPA ഗവൺമെൻറ് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതികൾ രാജ്യത്ത് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് സമ്മേളനത്തിൽ പ്രസംഗിക്കവേ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ KP രാജൻ പറഞ്ഞു. നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പദ്ധതികൾ മുഴുവൻ, ജനപിന്തുണയുള്ള പദ്ധതികൾ മുഴുവൻ കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. ഒന്നാം UPA, രണ്ടാം UPA ഗവൺമെന്റുകളാണ് ഇന്ന് നിലവിലുള്ള പദ്ധതികൾ മുഴുവൻ ആരംഭിച്ചത്. ആ പദ്ധതികളുടെ പേര് മാറ്റുന്ന പണിയല്ലാതെ അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേരുകൾ മാറ്റിക്കൊണ്ട് BJPയുടെ നേതാക്കന്മാരുടെ പേരുകൾ ചേർത്ത് വയ്ക്കുന്നു എന്നല്ലാതെ ഒരു പദ്ധതി പോലും BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മനസ്സിലുദിച്ച പദ്ധതിയല്ല ഇന്ന് നിലവിലുള്ളത്. ഏത് പദ്ധതി എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. ഇപ്പോ IAY പദ്ധതി, ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ എന്തായി? പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാക്കി. പദ്ധതി മാറിയിട്ടില്ല, അതേ പദ്ധതി തന്നെ നിലനിൽക്കുന്നു. പക്ഷെ പേര് മാറ്റി. കോൺഗ്രസിന്റെ ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവര് വിരൽ കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് പറയുമ്പോ അതിൽ വിരളി പൂണ്ടുന്ന ആളുകളാണ് BJPക്കാര്. ആ പേര് മാറ്റിയത് കൊണ്ട്, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി രാമന്റെ പേര് പ്രതീക്ഷിച്ചതുകൊണ്ട് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ് സ്വാഗതവും മറയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ദീപ അരുൾ ജ്യോതി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ ഹെൻറി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജോഷി ജോസഫ് തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. ജിഷ കണ്ണാടൻ, മറയൂർ വിഷൻ.